പ്രകാശത്തിന്റെ ഒരു മിന്നലോടും ഭീകരമായ ചൂടോടും കൂടി ഒരു മെഗാടൺ തെർമോന്യൂക്ലിയർ ആയുധം പൊട്ടിത്തെറിക്കുന്നത് മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ അസാധ്യമാണ്. ഒരു മെഗാടൺ ആണവായുധത്തിന് അതിന്റെ കേന്ദ്രത്തിൽ ഏകദേശം 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനില ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് സൂര്യന്റെ മധ്യഭാഗത്ത് സംഭവിക്കുന്നതിനേക്കാൾ 4-5 ഇരട്ടി ചൂടാണ്. ആണവ യുദ്ധത്തിന്റെ ഒരു രംഗം ന്യൂക്ലിയർ വാർ സിനാരിയോ എന്ന പേരിൽ പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരിയായ ആനി ജക്കബ്സൺ പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഈ പുസ്തകത്തിൽ അവർ പല ലോക നേതാക്കളെയും ന്യൂക്ലിയർ ആൻഡ് മിസൈൽ സയന്റിസ്റ്റുകളെയും ഇന്റർവ്യൂ ചെയ്ത് ഒരു സ്ഥലത്ത് തെർമോ ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിച്ചതിന് ശേഷമുള്ള ആദ്യ നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട് വിവരിച്ചിട്ടുണ്ട്. മനുഷ്യരാശിയുടെ അന്തകനാകുമെന്ന് തറപ്പിച്ചു പറയുന്ന ഈ ആയുധത്തിന്റെ പൊട്ടിത്തെറിയും അതുകൊണ്ടുണ്ടാകാവുന്ന നാശത്തിന്റെ വ്യാപ്തിയും തീവ്രതയും അതുപോലെ നാശം വിതയ്ക്കുന്ന വേഗതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ദ ന്യൂക്ലിയർ വെപ്പൺ ത്രെറ്റ് ഇതിനെ കുറിച്ചാണ്. ബ്ലാസ്റ്റ് കഴിഞ്ഞ് 3 സെക്കൻഡിനുള്ളിൽ സംഭവിക്കുന്നത് എന്താണ്? തെർമോ ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിച്ചതിന് ശേഷമുള്ള ഫ്രാക്ഷൻ ഓഫ് എ മില്ലി സെക്കൻഡിനുള്ളിൽ വളരെ ചെറിയ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള സോഫ്റ്റ് ആയ എക്സ്റേ പ്രകാശം ചുറ്റുമുള്ള വായുവിനെ ദശലക്ഷക്കണക്കിന് ഡിഗ്രി വരെ ചൂടാക്കും. മണിക്കൂറിൽ ദശലക്ഷക്കണക്കിന് മൈൽ വേഗത്തിൽ വികസിക്കുന്ന ഒരു വലിയ അഗ്നിഗോളത്തെ ഇത് സൃഷ്ടിക്കും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഫയർബോൾ 1 മൈലിലധികം വ്യാസത്തിലേക്ക് വർദ്ധിക്കുന്നു. അതിന്റെ തീവ്രമായ പ്രകാശവും ചൂടും കാരണം കോൺക്രീറ്റ് പ്രതലങ്ങൾ പൊട്ടിത്തെറിക്കുകയും ലോഹവസ്തുക്കൾ ഉരുകുകയും അല്ലെങ്കിൽ ബാഷ്പീകരിക്കപ്പെടുകയും കല്ല് തകർന്നു പോവുകയും മനുഷ്യർ തൽക്ഷണം ജ്വലിക്കുന്ന കാർബണുകളായി മാറുകയും ചെയ്യുന്നു. സ്ഫോടനം കഴിഞ്ഞ 3 സെക്കൻഡിനുള്ളിൽ 2.5 മൈൽ അഥവാ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള എന്തും പൂർണ്ണമായി നശിക്കപ്പെടാം. പെട്ടെന്ന് കത്തിക്കരിഞ്ഞു പോകാത്ത മനുഷ്യർക്ക് തീവ്രമായ 3rd ഡിഗ്രി പൊള്ളലേറ്റ് മരിക്കേണ്ടി വരും. ശരീരത്തിന്റെ പുറംപാളി നീക്കം ചെയ്യപ്പെടുകയും അടിയിലുള്ള രക്തരൂഷിതമായ ചർമ്മം പുറത്തു വരികയും ചെയ്യും. തീഗോളത്തിൽപ്പെടുന്ന ഒരു ചെറിയ കണിക പോലും അവശേഷിക്കില്ല. ഇതാണ് ബ്ലാസ്റ്റ് കഴിഞ്ഞ് 3 സെക്കൻഡിനുള്ളിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു റോഗ് നേഷൻ, ഒരു തെമ്മാടി രാജ്യം ഏകപക്ഷീയമായി ആണവാക്രമണം ആരംഭിച്ചാൽ ഒരു രാജ്യത്തിന് പ്രതികരിക്കാൻ ലഭിക്കുന്ന സമയം എത്രയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ കൗണ്ടർ സ്ട്രൈക്ക് നടത്താൻ വേണ്ടിയുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള സമയം, വിൻഡോ ഓഫ് ടൈം എത്രയാണ് എന്നുള്ളതാണ്. സാധാരണയായി ഒരു ആണവാക്രമണം 3 തരത്തിൽ നടത്തപ്പെടാം. സൈലോ അധിഷ്ഠിത മിസൈൽ ലോഞ്ചർ ഉപയോഗിച്ച് ആണവ ICBM മിസൈൽ വിക്ഷേപണം നടത്തുക. 2, ലോങ് റേഞ്ച് ബോംബറുകൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ ബോംബ് വർഷിക്കുക. അണ്ടർ വാട്ടർ സബ്മറൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആണവ മിസൈൽ നിക്ഷേപണം നടത്തുക. ഈ ആണവ മിസൈൽ നിക്ഷേപണത്തിന് 3 ഘട്ടങ്ങൾ ഉണ്ടാകാം. 1, അന്തരീക്ഷത്തിലെത്താൻ കുറഞ്ഞത് 5 മിനിറ്റ് എടുക്കുന്ന ബൂസ്റ്റർ ഘട്ടവും. 2, 20 മിനിറ്റ് ഉള്ളതും ഭൂമിയുടെ അന്തരീക്ഷത്തിനോടൊപ്പം ഭ്രമണം ചെയ്യുന്നതുമായ മിഡ് കോഴ്സ് ഘട്ടം. 3-മതായി പിന്നെ ഉള്ളത് ടെർമിനൽ ഘട്ടം. അവിടെ ഭൂമിയിലേക്കുള്ള റീ എൻട്രി സംഭവിക്കുകയും അത് ലക്ഷ്യത്തിന് വളരെ അടുത്തെത്തുകയും ചെയ്യും. ലക്ഷ്യത്തിലെത്താനുള്ള സമയം 1 മിനിറ്റിൽ താഴെയായിരിക്കും ഈ സമയത്ത്. ജിയോ സിൻക്രണൈസ് ഉപകരണങ്ങൾക്ക് മിസൈലുകളെ കാണാൻ കഴിയുന്ന ഒരേ ഒരു ഘട്ടം അതിന്റെ ബൂസ്റ്റർ ഘട്ടത്തിൽ മാത്രമാണ്. അതിനുശേഷം നമ്മൾ ഗ്രൗണ്ട് റഡാറിന്റെ കാരുണ്യത്തിലായിരിക്കും. അതിനാൽ പ്രതികരിക്കുന്നതിനോ കൗണ്ടർ സ്ട്രൈക്ക് തീരുമാനമെടുക്കുന്നതിനോ ഉള്ള സമയം 6 മിനിറ്റിൽ താഴെയായിരിക്കും. ലക്ഷ്യത്തിലെത്താൻ മിസൈലിനേക്കാൾ കൂടുതൽ സമയമെടുക്കുന്നതിനേക്കാൾ ലോങ് റേഞ്ച് ബോംബറുകളെ നേരത്തെ കണ്ടെത്താനാകും. അതിനാൽ പ്രതികരണ സമയം ഏകദേശം 30 മിനിറ്റ് ആയിട്ട് വരും. ഇതിൽ ഏറ്റവും മാരകമായ പ്രഹരശേഷി ഉള്ളതും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതും ആയത് അന്തർവാഹിനി പോലെയുള്ള വെള്ളത്തിനടിയിൽ നിന്നും തൊടുത്തുവിടാവുന്ന ആണവ ICBM മിസൈലുകളും സാധാരണ ബാലിസ്റ്റിക് ആണവ മിസൈലുകളുമാണ്. ന്യൂക്ലിയർ അന്തർവാഹിനി പോലുള്ള ഒരു അണ്ടർ വാട്ടർ പ്ലാറ്റ്ഫോം വളരെ കാലം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ സാധിക്കും. അത് ശത്രുരാജ്യത്തിന്റെ തീരപ്രദേശത്തിന് വളരെ അടുത്ത് വരെ, ഏതാണ്ട് 100 മൈലിന് അടുത്ത് വരെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരാൻ സാധിക്കും. എത്രയും അടുത്ത് വെച്ച് ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടായാൽ തിരിച്ചു പ്രതികരിക്കാനുള്ള സമയം വളരെ കുറവായിരിക്കും. വെള്ളത്തിനടിയിൽ എന്തെങ്കിലും കണ്ടെത്തുന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ ബഹിരാകാശത്ത് ഒരു മുന്തിരിയുടെ വലിപ്പമുള്ള ഒരു വസ്തു കണ്ടെത്താൻ കഴിയുമെന്ന് സായുധ സേനയിൽ പരക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് അണ്ടർ വാട്ടർ സബ്മറൈനുകളുടെ കപ്പാസിറ്റിയെയാണ് കാണിക്കുന്നത്. സ്ട്രൈക്ക് അല്ലെങ്കിൽ കൗണ്ടർ സ്ട്രൈക്ക് കാര്യങ്ങൾ അന്തിമ തീരുമാനം എടുക്കേണ്ട വ്യക്തിക്ക് പലപ്പോഴും സാഹചര്യത്തെയും അനന്തരഫലങ്ങളെയും കുറിച്ച് വളരെ മോശമായ അറിവാണ് ഉള്ളത് എന്ന യാഥാർത്ഥ്യം ആശങ്കാജനകമാണ്. പലപ്പോഴും ഈ തീരുമാനങ്ങൾ ഒരു പൊളിറ്റിക്കൽ നേതാവാണ് എടുക്കേണ്ടി വരുന്നത്, അതും 6 മിനിറ്റിനുള്ളിൽ എന്നത് പേടിപ്പിക്കുന്ന ഒന്നാണ്. ന്യൂക്ലിയർ ലോങ് റേഞ്ച് ബോംബറുകളെ മാറ്റി നിർത്തിയാൽ
ഒരു മിസൈൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു വിളിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആദ്യത്തെ ബ്ലാസ്റ്റ് ഒരുപാട് നാശം വിതയ്ക്കുന്നതിനാലും ഒരു കൗണ്ടർ സ്ട്രൈക്ക് എപ്പോഴും ഭീകരവും പരിപൂർണ നാശത്തിലേക്ക് മാത്രമാണ് നയിക്കുന്നത്. 72 മിനിറ്റ് കഴിഞ്ഞ് ഒരു കൗണ്ടർ സ്ട്രൈക്ക് കഴിഞ്ഞ് 72 മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു ആണവ ആക്രമണവും അതിനുശേഷമുള്ള ശത്രുവിനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ളതും കനത്തതുമായ പ്രതികാരം ഒരു ആഗോള വിനാശകരമായ സംഭവം സൃഷ്ടിക്കും. ഇത് അനിയന്ത്രിതമായ റേഡിയേഷനും റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളുടെ ദ്രുതഗതിയുള്ള വ്യാപനം ലോകമെമ്പാടുമുള്ള എല്ലാറ്റിനെയും മലീമസപ്പെടുത്തുകയും ചെയ്യും. ഈ കേടുപാടുകൾ ഒരിക്കലും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ല. ലോകത്തെ 50% ആണവായുധങ്ങളുടെയും മിസൈൽ സംവിധാനങ്ങളുടെയും ഉത്തരവാദികളായിരുന്ന നിരവധി പ്രമുഖ ശാസ്ത്രജ്ഞന്മാരോട് എഴുത്തുകാരിയായ ആനി ജേക്കബ്സൺ ഇതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ഇത്തരം ലോകനാശ സാഹചര്യത്തെക്കുറിച്ചും അപ്പോക്കലിപ്റ്റിക് സംഭവങ്ങളെക്കുറിച്ചും അപാര കഴിവുള്ള അവർ ഒറ്റ വാക്കിൽ പറഞ്ഞത് ഭീകരമായ ഒരു കൗണ്ടർ സ്ട്രൈക്ക് ലോകത്തിൽ എവിടെ സംഭവിച്ചാലും അത് ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ഒരു കൗണ്ടർ സ്ട്രൈക്കിന് ശേഷം 72 മിനിറ്റിനുള്ളിൽ ഏതാണ്ട് 500 കോടിയിലധികം ആളുകൾ മരണപ്പെടും എന്നാണ് അവർ തറപ്പിച്ച് പറയുന്നത്. ഈ വിവരങ്ങൾ മനുഷ്യർക്ക് വിറയലാണ് ഉണ്ടാക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷം പൂർണ്ണമായും പൊടിപടലങ്ങളായി മൂടപ്പെടുകയും സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ പറ്റാത്തത് കൊണ്ട് ന്യൂക്ലിയർ ശീതകാലം ഭൂമിയിൽ ഉണ്ടാകും. അതുകൊണ്ട് ബാക്കിയുള്ള ജീവജാലങ്ങളും പൂർണ്ണമായി നശിക്കപ്പെടും. രക്ഷപ്പെടുന്നവർ പതിറ്റാണ്ടുകളോളം ഭൂഗർഭ ബങ്കറുകളിൽ കഴിയേണ്ടി വരും. ഒരു ജിയോ പൊളിറ്റിക്കൽ വീക്ഷണകോണിൽ നിന്ന് ന്യൂക്ലിയർ ഫ്ലാഷ് പോയിന്റുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവ ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ചൈന, ഇസ്രായേൽ ഇറാൻ, USA ഉത്തര കൊറിയ, USA ചൈന, USA റഷ്യ എന്ന 6 ന്യൂക്ലിയർ ഫ്ലാഷ് പോയിന്റുകൾ അഥവാ ന്യൂക്ലിയർ യുദ്ധം പൊട്ടിപ്പുറയാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഭൂമിയിൽ ഉണ്ട് എന്നത് നമ്മളെ ഭയം ജനിപ്പിക്കുന്ന കാര്യമാണ്. സംശയവും പരസ്പര വിശ്വാസമില്ലായ്മയും കാരണം തെറ്റിദ്ധരിച്ചു വരെ ന്യൂക്ലിയർ യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യം ഈ 6 സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു. അബദ്ധങ്ങളും തെറ്റിദ്ധാരണ കൊണ്ടും ഒരു ന്യൂക്ലിയർ സൈറ്റിലേക്ക് പല വമ്പൻ രാജ്യങ്ങളും നീങ്ങിയതും ദൈവീകമായ ഇടപെടലുകൾ മൂലം നാശം സംഭവിക്കാതിരുന്നതും പേടിപ്പിക്കുന്നതായ കുറച്ച് സംഭവങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെയും പറന്നു വരുന്ന പക്ഷികളെയും തെറ്റിദ്ധരിച്ച് മേഘങ്ങളെ മിസൈലുകളായി റഡാർ റീഡ് ചെയ്തത് മുതൽ $1 താഴെ വിലയുള്ള കേടായ കമ്പ്യൂട്ടർ ചിപ്പ് വരെ കാരണമായിക്കൊണ്ട് അബദ്ധത്തിൽ ആണവാക്രമണം സംഭവിച്ചേക്കാമായിരുന്ന ഭയാനകമായ ഒരുപാട് സംഭവങ്ങളുടെ നീണ്ട ലിസ്റ്റ് നമ്മെ ഭീതിയിലാക്കും. അബദ്ധത്തിൽ ഒരു ആണവ യുദ്ധം എത്ര എളുപ്പത്തിൽ സംഭവിക്കാമെന്ന് ഇത് കാണിക്കുന്നു. നമുക്ക് ഇങ്ങനെയുണ്ടായ പഴയ കുറച്ച് സംഭവങ്ങളെ നോക്കി മനസ്സിലാക്കാം. 1962 ഒക്ടോബറിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ സമയത്ത് അമേരിക്കയിലെ ദൗലത്ത് എയർ ഡിഫൻസ് സെക്ടറിൽ ഒരു കാവൽക്കാരൻ സുരക്ഷാ വേലിയിൽ കയറാൻ ശ്രമിക്കുന്ന ഒരു കരടിയെ ഒരു അട്ടിമറിക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കുകയും അലാറം മുഴക്കുകയും ചെയ്തു. ഇത് മറ്റു മേഖലകളിലെ താവളങ്ങളിലേക്കും സമാനമായ അലാറങ്ങൾ സ്വയമേവ ട്രിഗർ ചെയ്തു. വിസ്കോൺസിലെ എയർഫോഴ്സ് ബേസിൽ ഫീൽഡിൽ ആരോ തെറ്റായൊരു സ്വിച്ച് ഫ്ലിക്ക് ചെയ്തു. അതിനാൽ സ്റ്റാൻഡേർഡ് സുരക്ഷാ മുന്നറിയിപ്പിന് പകരം പൈലറ്റുമാരോട് സ്ക്രാമ്പിൾ ചെയ്യാൻ പറയുന്ന ഒരു എമർജൻസി സൈറനാണ് അന്ന് പുറപ്പെടുവിച്ചത്. ഇത് കേട്ട ഉടനെ അവർ ആണവായുധങ്ങളുമായി ആകാശത്തേക്ക് കുതിച്ചുയർന്നു. തെറ്റ് പെട്ടെന്ന് തിരിച്ചറിയുകയും ബോംബർ വിമാനങ്ങളെ തിരിച്ചു വിളിക്കാൻ സംയോജിതമായി സാധിച്ചതും വഴി ഒരു വലിയ അപായം ഒഴിവായിപ്പോയി. ആണവായുധങ്ങൾ കണ്ടെത്തിയതിനു ശേഷം കുറഞ്ഞത് 22 ഡേഞ്ചറസ് ആയ മിസ്സുകളെങ്കിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തോടെ പറന്നു വരുന്ന പക്ഷികൾ തുടങ്ങി ചെറിയ കമ്പ്യൂട്ടർ പ്രശ്നങ്ങൾ വരെ അസാധാരണമായ ബഹിരാകാശ കാലാവസ്ഥയും കാരണം ഇതുവരെ 22 തവണയെങ്കിലും നമ്മൾ ആണവ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. 1958 ഒരു വിമാനം അമേരിക്കയിൽ അബദ്ധത്തിൽ ഒരു കുടുംബത്തിന്റെ പൂന്തോട്ടത്തിൽ അണുബോംബ് വർഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവരുടെ കോഴികൾ ബാഷ്പീകരിച്ചു പോയപ്പോഴെങ്കിലും ആരും കൊല്ലപ്പെട്ടില്ല. അതുപോലെ 2010 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന് 50 ആണവ മിസൈലുകളുമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെട്ടു. അതായത് ഈ സമയത്തൊന്നും ഈ മിസൈൽ സിസ്റ്റംസ് ഓട്ടോമാറ്റിക്കായി വിക്ഷേപണം നടത്തുന്നത് നിർത്താൻ ഒരു മാർഗവും അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. 1995 ജനുവരി 25 അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ബോറിസ് എൽസൺ ആണവ ബ്രീഫ് കേസ്, ആണവ ബോംബുകൾ പൊട്ടിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങളും സാങ്കേതികത ഉൾക്കൊള്ളുന്ന ഒരു ബ്രീഫ് കേസ് ചരിത്രത്തിൽ ആദ്യമായി നിർമ്മിച്ചു. ഈ കാലത്താണ് നോർവേയുടെ തീരത്ത് നിന്ന് ഒരു റോക്കറ്റ് വിക്ഷേപിച്ചതായി എൽസന്റെ റഡാർ ഓപ്പറേറ്റർമാർ ശ്രദ്ധിക്കുന്നത്. അത് ആകാശത്തേക്ക് ഉയരുന്നത് അവർ അസ്വസ്ഥതയോടെ വീക്ഷിച്ചു. അത് റഷ്യക്ക് നേരെയാണോ വരുന്നത്, അത് ആയുധ പോർമുനകൾ ഉള്ളതാണോ എന്ന കാര്യങ്ങൾ കൈകളിൽ ആണവ ബ്രീഫ് കേസുമായി യെൽസിൻ ഒരു പ്രത്യാക്രമണം നടത്തണമോ എന്നതിനെ കുറിച്ച് തന്റെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി.
തീരുമാനിക്കാൻ മിനിറ്റുകൾ മാത്രമുള്ളപ്പോഴാണ് ആ മിസൈൽ കടലിലേക്കാണ് പോകുന്നതെന്നും അതിനാൽ ഭീഷണിയില്ലെന്നും അവർ മനസ്സിലാക്കിയത്. ഇത് ആണവ സ്ട്രൈക്ക് അല്ലെന്നും നോർത്തേൺ ലൈറ്റുകൾ എന്ന പ്രതിഭാസം അന്വേഷിക്കാൻ നോർവേ അയച്ച ഒരു ശാസ്ത്രീയ അന്വേഷണമാണെന്നും പിന്നീട് തെളിഞ്ഞു. ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് ആരംഭിച്ചത് അബദ്ധം മൂലമായാലും അതോ തെറ്റിദ്ധാരണ മൂലമായാലും ഇനി യഥാർത്ഥ ഭീഷണി മൂലമായാലും ഒരു സ്ട്രൈക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വിളിക്കാനാകില്ല, മാറ്റാനുമാകില്ല. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. USA ഒരു കമ്പ്യൂട്ടർ തകരാർ മൂലം USSRൽ നിന്ന് US നേരെ 200 മിസൈലുകൾ തൊടുത്തുവിട്ടു എന്ന് റീഡ് ചെയ്തു തുടങ്ങി USSRലെ ഒരു ചാര ഉപഗ്രഹം 4 മിനിറ്റ് ICBM ആണവ മിസൈൽ വിക്ഷേപണം അമേരിക്ക USSRന് നേരെ നടത്തിയിരിക്കുന്നു എന്ന് തെറ്റായി റീഡ് ചെയ്ത് വരെ ഒരുപാട് പേടിപ്പിക്കുന്ന ന്യൂക്ലിയർ യുദ്ധ സാഹചര്യങ്ങൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വിഷയം മുകളിലേക്ക് എസ്കലേറ്റ് ചെയ്യാതെ ഒഴിവാക്കുമായിരുന്നു. അവർ ഈ വിഷയം ഉന്നത അധികാരികളിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 6 മിനിറ്റിനുള്ളിൽ ഒരു റഡാറിലെ ബീപ്പ് സൗണ്ട് കേട്ടുകൊണ്ട് ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള തീരുമാനം ആരെങ്കിലും അന്ന് എടുത്തേനെ. 2016 അമേരിക്കയിലെ ഒരു മിസൈൽ ബേസിൽ ജോലി ചെയ്യുന്ന നിരവധി US എയർ ക്രൂ ഉദ്യോഗസ്ഥർ കൊക്കൈൻ, LSD എന്നിവ ഉൾപ്പെടുന്ന മയക്കുമരുന്ന് കഴിച്ചതായി സമ്മതിക്കുകയും 4 പേരെ പിന്നീട് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ വട്ടുപിടിച്ച ഭരണാധികാരികളും മയക്കുമരുന്നിനടിമയായ സേനാംഗങ്ങളും വിചാരിച്ചാൽ നിമിഷങ്ങൾക്കകം ഈ ഭൂമിയെ തന്നെ ചുട്ടു ചാമ്പലാക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സമ്പൂർണ്ണ ആണവ നിരായുധീകരണം എന്ന ഒരിക്കലും നടക്കാത്ത സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് 5 seconds വ്യൂ ഓൺ ദ ന്യൂക്ലിയർ വെപ്പൺ ത്രെഡ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ വീഡിയോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. താങ്ക് യു.